ജന്മം അത്. ആന്റി nuisance. Auntie! Yo! Auntie! എന്തൊരു കഷ്ടമായി മമ്മേ. ചതിച്ചോ ദൈവമേ, ഇങ്ങനെയുണ്ടോ ഒരു പുലിവാലി? മിസ് ഗോപിക വർമ്മ, കാർത്തിക. You. നമസ്കാരം. എനിക്കൊരു കാര്യം ഞാനല്ല. ഒരു മിനിറ്റ് പുറത്ത്. എന്താ മോളെ? വേണുഗോപാൽ കുടുങ്ങിയേക്കും. ഇന്നലെ രാത്രി വേണുഗോപാലകൃഷ്ണനോട് സാമ്യമുള്ള ഒരാളെ ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ കണ്ടവരുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. എങ്കിലും വേണുവിനെക്കുറിച്ചോ അയാളുടെ കസ്റ്റഡിയിലുള്ള ഗോപികാവർമ്മയെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കേസ് അന്വേഷണത്തിന്റെ ചുമതല വഹിക്കുന്ന DIG ചന്ദ്രശേഖര മേനോൻ പ്രസ്താവിച്ചു. വേണുഗോപാലകൃഷ്ണനെ പോലീസ് കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ കണ്ടെത്തും. ചെക്ക്. ചേട്ടത്തി, ഇവിടെ ഒരു ഗോപികയുണ്ടോ? ഒരു ഗോപികയില്ല, രണ്ട് ഗോപികയില്ല. അയ്യോ ചേട്ടത്തി, അതെ ഞാനേ ഇവിടുത്തെ പെൺകുട്ടിയെ കാണാൻ കുറെ ദൂരേന്ന് വരെ. ഓ, എന്ത് മോളയോ? അല്ല, അത് ചെറിയൊരു ആലോചനയ്ക്കാ. നിനക്കാ? അപ്പൊ വല്ല കാഴ്ച ബംഗ്ലാവിലോ സർക്കസിലോ നോക്കുന്നതല്ലേ നല്ലത്? അയ്യോ ചേട്ടത്തി, അത് എനിക്കല്ല, എന്റെ കൂട്ടുകാരന് വേണ്ടിയാ. ഓ, അപ്പൊ താൻ ബ്രോക്കറാ? അതെ. പെണ്ണിനെ കാണിച്ചു തരാം, പക്ഷെ കല്യാണം നടന്നാൽ കമ്മീഷൻ 50-50. വരൂ മോളെ. ഈ പയ്യൻ നിന്നെ കാണാൻ വന്നതാ, കൊറേ ദൂരെന്ന്. നമസ്കാരം. നല്ല മനുഷ്യൻ, തങ്കം പോലത്തെ മനുഷ്യൻ. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാൻ പോയി ചായ ഇടാം. എല്ലാം ഞാൻ കേട്ടു. വിവാഹത്തിന് സമയമാവുമ്പോ ഞാൻ അറിയിക്കാം. ബ്രോക്കർ അന്ന് വന്നാ മതി.
അയ്യോ, ഞാൻ ബ്രോക്കർ അല്ല. അത് ഞാൻ ചുമ്മാ ഒരു പുളു അടിച്ചതാ, നിങ്ങളെ ഒന്ന് മുട്ടാൻ. ഹലോ. പേടിക്കണ്ട, ഞാൻ തട്ടിക്കൊണ്ടുപോകാനൊന്നും വന്നതല്ല. നമ്മുടെ വേണുഗോപാലകൃഷ്ണനെ അറിയില്ലേ? അവൻ പറഞ്ഞു വിട്ടതാ. വേണുഗോപാലകൃഷ്ണൻ? ആ അതേനെ, അന്ന് നിങ്ങളെ പിടിച്ച് കാറിലിട്ട് കൊണ്ടുപോയ പാർട്ടി എന്റെ ഫ്രണ്ടാ, ക്ലോസ് ഫ്രണ്ടാ. കക്ഷി കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇന്നലെ അവൻ ഇവിടെ വന്നതും നിങ്ങൾ കിടന്ന് കാർ ചെയ്തുമൊക്കെ കുഴപ്പമൊന്നുമില്ല. അത് ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമാണ്. വിപ്പ മാറ്റിത്തരാം. അതിനാ ഞാൻ തന്നെ വന്നത്. എന്നെ കണ്ടാൽ നിങ്ങൾ നിലവിളിക്കുകയൊന്നുമില്ലല്ലോ. Follow me. എനിക്കറിയില്ല സാറേ, എനിക്കറിയില്ല സാറേ. ഈശ്വര, പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ ഞാൻ വേലായുധനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്നോടെ അതെല്ലാം തീരണേ. എൻ്റെ വണ്ടി തിരിച്ചു കിട്ടണേ. എനിക്ക് നല്ലത് വരുത്തണേ. വേലുവിനും നല്ലത് വരുത്തണേ. ദൈവമേ. ഇയാളെ ആരെയും നോക്കിക്കണേ? നമ്മുടെ വേണു. പോയി പിടിച്ചിട്ട് വേണം. യെസ് സർ. ദൈവമേ, തൽക്കാലം സ്പീഡിൽ ഓടാൻ ശക്തി തരണേ. പിടിയവനെ, പിടിയവനെ. ഒന്ന് നിന്നേ, ഒരു ലിഫ്റ്റ് തരുമോ? അങ്ങോട്ടാ? എങ്ങോട്ടാ ചേട്ടാ? അങ്ങനെയൊന്നും ഇല്ല, എങ്ങോട്ടെങ്കിലും. അപ്പൊ എന്റെ കൂടെ എങ്ങോട്ടും വരാൻ ചേട്ടൻ തയ്യാറല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്നോട് ലിഫ്റ്റ് ചോദിച്ചപ്പോഴേ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നോട് ഇഷ്ടമാണെന്ന് അല്ലേ? വിട്. പട്ടി. അതൊന്നും ചെയ്തില്ല, പട്ടിയല്ലേ? എളുപ്പം വിട്. പേടിയുണ്ടോ? ഞാനില്ലേ കൂടെ? അങ്ങോട്ട് വിട്ടെ. ചേട്ടാ, എന്നെ മുറുകെ പിടിച്ചോ, ഗട്ടറുണ്ട്. മുറുകെ പിടിച്ച സ്പീഡിൽ വിടുവോ? പിടിച്ച്. ഇങ്ങനാണോ? വലിയ നഷ്ടമുള്ള കാര്യമാണോ? മുറുക്കാം. ഇത്തിരൂടെ മുറുകെ. മുറുക്കി. ഇപ്പൊ കണ്ടോ എന്റെ സ്പീഡ്? വേഗം വിട്ടെ. നിർത്ത്. സൈഡിലോട്ട് മാറ്റി നിർത്ത് കൊച്ചേ. ബ്രേക്ക് പിടി. ധൃതി വെക്കല്ലേ, അങ്ങനെ നിർത്താനൊക്കില്ല. താങ്ക് യു വെരി മച്ച്. ഒന്ന് നിന്നേ. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. കണ്ടു കാണും. ഞാനൊരു മഹാനാണേ. ഇടയ്ക്കിടയ്ക്ക് എന്റെ പടം പത്രത്തിൽ വരും. പോട്ടെ. അയ്യോ, ഒരു കാര്യം ചെയ്യട്ടെ? ചേട്ടാ, എന്താ? ഇതിനാണോ ചേട്ടാ സ്പീഡി വണ്ടി വിടാൻ പറഞ്ഞേ? പിന്നല്ലാതെ. ഐ ലവ് യു ചേട്ടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു കൊച്ചാ നിന്നോട്? എന്നെ വെറുതെ വിട്ടാര്. ബോട്ട് വിടല്ലേ, ഒരാളോടുണ്ട്. Follow him. ഫ്രണ്ടിലോട്ട്. അതിലെ ഓ, അതിലെ വഴി. എത്രയാ? ഒരു 2. സോറി. ഇത് തന്നല്ലേ
ഇവൻ തന്നെ. മുഖത്തിനൊരു ചളുക്കോ? ഇവൻ തന്നെ. പറയല്ലേ. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ 50,000 രൂപ എന്റെ കയ്യിൽ തന്നെ വരുമെന്ന്. ഇനി എന്റെ കയ്യിൽ രക്ഷപ്പെടാമെന്ന് നോക്കണം. 50,000 രൂപയോ? അതെ. എന്നെ പിടിച്ചു കൊടുത്താലോ? നല്ല കാര്യമായി. തമാശ തമാശ തമാശ. സീരിയസ്. സമ്മതിച്ചേട്ടാ, സമ്മതിച്ച്. എന്നെ പിടിച്ചു കൊടുത്ത 50,000 രൂപ കിട്ടും. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്നെ ആദ്യം കണ്ട ഈ ചേട്ടനല്ലേ? അത് ഞാൻ ആദ്യം കണ്ടത്. ആ, ഞാനാ പിടിച്ചേ. എന്റെ 50,000 രൂപ പിടിച്ച ചേട്ടനാണെങ്കിൽ ഈ ചേട്ടൻ തന്നെ ആദ്യം കണ്ടത്. ഞാനാ കണ്ടത്. ആ. ഫോട്ടോ കാണിക്ക്. 50,000 രൂപയോ? എല്ലാവർക്കും പങ്കുവെച്ച് തരാം. വരീൻ, എല്ലാവരും വരീൻ. അയ്യേ, ഛേ. അയ്യോ, പിടിയവനെ. ചേട്ടാ, പല സ്വിമ്മിംഗ് പൂളും കണ്ടിട്ടുണ്ട്. ഇതുപോലെ തിളച്ച വെള്ളമുള്ള സ്വിമ്മിംഗ് പൂൾ ആദ്യമായിട്ട് കാണുക. ശർമ്മേ, Look at that. ഛേ. തുമ്പപ്പൂവും കാക്കപ്പൂവും തേടി കാടായ കാടൊക്കെ അലഞ്ഞു നടന്നിരുന്ന കുട്ടിക്കാലം മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ശാന്തി. രാഘവേട്ട, എനിക്കും ഒന്ന് പറയാനുണ്ട്. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് രാജകുമാരിയെ രക്ഷിച്ച രാജകുമാരന്റെ കഥ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ചിത്രം ഈ രാഘവേട്ടന്റേതായിരുന്നു. ശാന്തി, കളരിക്കൽ തറവാട്ടിലെ കിണർ നായരുടെ മകളെ ഈ രാഘവേട്ടൻ